അലമീൻ, ഇപ്പോൾ ഇന്ന് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായോ? കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ സർവമത പ്രാർത്ഥനയോടുകൂടി അവിടെ നാട്ടുകാരുടെയൊക്കെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സുജയ, തുടർച്ചയായ മൂന്നാം ദിവസമാണ് പുത്തുമലയിൽ സംസ്കാരം നടന്നത്. ഇന്നത്തെ സംസ്കാര നടപടികൾ വേഗത്തിൽ പൂർത്തിയാവുകയും ചെയ്തു. 22 ശരീരഭാഗങ്ങളാണ് ഇന്ന് സംസ്കരിച്ചത്. പ്രത്യേകം കവറുകളിലാക്കി കൊണ്ടുവന്ന് സംസ്കരിച്ചു. അതെല്ലാം ഓരോ മൃതദേഹം എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സംസ്കാര നടപടികൾ പൂർത്തിയാക്കിയത്. ആദ്യം ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ ഇവിടേക്ക് എത്തിച്ച ശരീരഭാഗങ്ങൾക്ക് ആദ്യം പോലീസിന്റെ ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു. പിന്നീട് സർവമത പ്രാർത്ഥന നടത്തുന്നു. അതിനുശേഷം മന്ത്രിമാർ സർക്കാരിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി പുഷ്പചക്രം സമർപ്പിക്കുന്നു. അതിനുശേഷമാണ് അവ ഓരോന്നും പ്രത്യേകം തയ്യാറാക്കിയ കുഴിമാടങ്ങളിലേക്ക് എടുത്തത്. ഈ മഞ്ഞുമൂടിയ, കോടമൂടിയ വയനാടൻ മലനിരകൾക്ക് താഴെ ദുഃഖം പെയ്തിറങ്ങുന്ന ഒരു താഴ്വാരമായി ഈ പുത്തുമലയിലെ ഭൂമി മാറിയൊരു കാഴ്ച കൂടിയാണ് സുജയ കഴിഞ്ഞ 3 ദിവസമായി കാണുന്നത്. ഇന്ന് 22 മൃതദേഹങ്ങൾ കൂടി സംസ്കരിച്ചതോടെ ഇതുവരെ 3 ദിവസമായി 216 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചിരിക്കുന്നത്. ആ 216 മൃതദേഹങ്ങളിൽ പൂർണ്ണാർത്ഥത്തിലുള്ള ശരീരഭാഗം, പൂർണ്ണാർത്ഥത്തിലുള്ള മൃതദേഹം എന്ന് പറയുന്നത് 30 എണ്ണം മാത്രമാണ്. ബാക്കിയെല്ലാം ശരീരഭാഗങ്ങളാണ്. അതിൻ്റെ എല്ലാം സംസ്കാരം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അത് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. 64 സെന്റ് ഭൂമിയിലാണ് ഇവർക്ക് വേണ്ടി അന്ത്യ ഉറക്കത്തിന് വേണ്ടി ഒരു കിടപ്പാടം തയ്യാറാക്കിയത്. പൂർണ്ണാർത്ഥത്തിലുള്ള ശരീരഭാഗങ്ങൾക്ക് 6 അടി മണ്ണും ശരീരഭാഗങ്ങൾക്ക് 4 അടി മണ്ണും, ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയത്. ഇന്നത്തോടുകൂടി 3 ദിവസം പൂർത്തിയാകുന്നു. 216 മൃതദേഹങ്ങൾ സംസ്കരിച്ചു. മൃതദേഹം എന്ന് പറയുമ്പോൾ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ. തൊട്ട് സമീപ പ്രദേശങ്ങളിൽ ഇപ്പോഴും JCB കൈകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കുഴികൾ രൂപപ്പെട്ടു വരികയാണ്. നമ്മൾ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞുമൂടിയ വയനാടിൻ്റെ, കോടംമൂടിയ വയനാടിൻ്റെ മലനിരകളിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയ പൊട്ടുപൊട്ടുകളായി കാണുന്നുണ്ട് ഇവരെയൊക്കെ ഏറ്റുവാങ്ങിയ ഈ ഭൂമി എന്നുള്ളതാണ് ഏറെ പ്രധാനം. ആരാരും തിരിച്ചറിയപ്പെടാത്തതിൻ്റെ പേരിൽ നമ്മൾ ഓരോരുത്തരും പുതിയ മേൽവിലാസം രചിച്ച് നൽകിയ 100 കണക്കിന് ആളുകളാണ് ഇവിടെ അന്തിയുറങ്ങുന്നത്. ഇവർക്ക് കൂട്ടായി ഇനിയും എത്രയോ പേർ വരാനിരിക്കുന്നു എന്നുള്ളതാണ് അതിലേറെ കഷ്ടമെന്നുള്ള കാര്യം. സുജ, ഒരുപാട് പേരുണ്ടോ എന്ന് സുജയെ നേരത്തെ സൂചിപ്പിച്ചു. നിരവധി ആളുകളുടെ സാന്നിധ്യത്തിലാണോ ഈ സംസ്കാര നടപടികൾ പൂർത്തിയായത് എന്ന് സുജയെ ചോദിച്ചു. സുജയ, ആദ്യ ദിവസം 8 പേരുടെ മൃതദേഹം നടന്നപ്പോൾ വലിയ ആൾപങ്കാളിത്തമുണ്ടായിരുന്നു, വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുൾപ്പെടെ ഈ മരണപ്പെട്ട ആളുകളുടെ, മരിച്ചുപോയ ആളുകളുടെ അപകടം നടന്ന പ്രദേശങ്ങൾക്ക് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ വന്നിരുന്നു 8 പേരുടെ സംസ്കാര ചടങ്ങിന്. പക്ഷേ ഇന്നലെ ആ എണ്ണം കുറയുകയാണ് സുജയ. ഇന്ന് ആ എണ്ണം വീണ്ടും കുറയുകയാണ്. ഇന്നൊരു പക്ഷേ സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എന്നതിനപ്പുറത്തേക്ക് മറ്റു ആൾ സാന്നിധ്യം, ജനസാന്നിധ്യം വളരെ കുറവായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ അത് വിരലിൽ എണ്ണിയെടുക്കാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ഒരു പിന്മാറ്റം, എന്തുകൊണ്ട് അങ്ങനെ ഒരു ഒളിച്ചോട്ടം എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി വേണ്ടപ്പെട്ടവർക്ക്, ബന്ധുമിത്രാദികൾക്ക് ഒരു അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടിയായിരുന്നു 3 ദിവസം മുൻപ് അല്ലെങ്കിൽ മിനഞ്ഞാന്ന് നടന്ന ചടങ്ങുകളിലും ഇന്നലെയുമൊക്കെ ഒരുപാട് പേർ ഒഴുകിയെത്തിയത്. പക്ഷേ മിനഞ്ഞാന്ന് കൊണ്ടുവന്ന 8 മൃതദേഹങ്ങൾ അത് പൂർണ്ണാർത്ഥത്തിലുള്ള ശരീരങ്ങളായിരുന്നു. പക്ഷേ ഇന്നലെ കൂടുതൽ മൃതദേഹങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിലൊരുപക്ഷെ ഞങ്ങളുടെ ബന്ധുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അവർ കണ്ട കാഴ്ച നെഞ്ചകം പിളർത്തുന്ന കാഴ്ചയാണ്. ശരീരം പല ഭാഗങ്ങളായി കൊണ്ടുവരുന്നൊരു കാഴ്ച. ഒരു കൈത്തണ്ടയിൽ എടുത്തുകൊണ്ട് വരാൻ തക്ക വിധത്തിൽ പോലും ശരീരഭാഗങ്ങൾ പൊതിഞ്ഞു കൊണ്ടുവരുന്നു. അത് കണ്ടു നിൽക്കാൻ ശേഷിയില്ലാതെ, അത് താങ്ങാൻ കരുത്തില്ലാതെ പലരും പാതിവഴിയിൽ ഒളിച്ചോടി തേയിലത്തോട്ടങ്ങൾ